സാകേതത്തിലെ മുത്തശ്ശിമാർക്ക് കരുതലായി ഹരിശ്രീയിലെ കുഞ്ഞുമക്കൾ. കൊടകര വിവേകാനന്ദ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ CBSE വിദ്യാലയമായ തുമ്പൂർ ഹരിശ്രീ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൻ്റെ സേവാ പദ്ധതിയായ എൻ്റെ ഗ്രാമം സ്വാസ്ഥ്യഗ്രാമത്തിൻ്റെ ഭാഗമായി വിദ്യാലയത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മാതൃഭാരതി ക്ഷേമസമിതി അംഗങ്ങൾ പാരമ്പര്യ വിധിപ്രകാരം നിർമ്മിച്ച കർക്കിടക മരുന്നുണ്ട വിതരണം ചെയ്തു. ഇരിങ്ങാലക്കുട സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സാകേതം സേവാനിലയം കുഴിക്കാട്ടുകോണം നമ്പ്യാങ്കാവ് മാപ്രാണത്തിലെ മുതിർന്ന അമ്മമാർക്കാണ് വിതരണം ചെയ്തത്. ഹരിശ്രീ വിദ്യാനികേതൻ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ രമ്യ, മാനേജർ സതീഷ്, മാതൃഭാരതി പ്രസിഡന്റ് പ്രജിത സുനിൽ, ക്ഷേമസമിതി പ്രസിഡന്റ് പ്രസീത ഗോപൻ, കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ MV വിനോദ്, സേവാഭാരതി മുൻ ജില്ലാ സെക്രട്ടറി P ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സമിതി അംഗങ്ങളായ ശ്രീജ രാജേഷ്, രേഷ്മ സനിൽ, സുനിത അനിൽ, രഞ്ജിനി സുനിൽ, ഡെൽഫി, പ്രീത പ്രകാശ്, ശ്രീദേവി ധർമ്മൻ, നീതു, ബിജു പീറ്റർ, ഷിബിൻ അക്ലിപ്പറമ്പിൽ, ബിനോജ് എന്നിവരും അതേ സ്കൂളിലെ അധ്യാപികമാരായ ജീന, അനുഷ്യ, മഞ്ജു എന്നിവരും ആ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളും പങ്കെടുത്തു. നമ്മൾ അവിടെ നന്നായി പ്രാർത്ഥിക്കും 30 ദിവസത്തിനുള്ളിൽ തന്നെ രാമായണം വായിച്ചെത്തണം എന്നുള്ളത്. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഈ കാലഘട്ടം വളരെയധികം മോശമാകുന്ന ഈ സമയത്ത് നമ്മളൊരു പുണ്യമാസമാകാനായിട്ട് രാമായണം വായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹരിശ്രീ വിദ്യാനികേതൻ തുമ്പൂർ സ്കൂളിലെ മാതൃഭാരതി സേവാ സമിതി എല്ലാ വർഷവും എൻ്റെ ഗ്രാമം സ്വാസ്ഥ്യഗ്രാമം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് വിവേകാനന്ദ ട്രസ്റ്റിൻ്റെ കീഴിൽ എല്ലാ വർഷവും കർക്കിടക മരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഔഷധ മൂല്യമുള്ള ഒരു കർക്കിടക മരുന്നുണ്ട് നമുക്ക് ഈ മാതൃഭാരതിയും സേവാഭാരതിയുടെയും കീഴിൽ സമിതിയുടെയും കീഴിൽ എല്ലാ വർഷവും ആചരിക്കുന്നുണ്ട്. അവരത് സ്കൂളിൽ തന്നെയാണത് ഏറ്റവും പരിശുദ്ധിയോടുകൂടി തന്നെയാണ് അവരത് പ്രിപ്പയർ ചെയ്യുന്നതും. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ ആദ്യമായിട്ടാണ് ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടക്കേണ്ടതെന്ന് മനസ്സിലായി. ഈ ഒരു മാസം തന്നെ എനിക്ക് അതിനൊരു ഭാഗമാകാൻ പറ്റുകയും അമ്മമാരുടെ കൂടെ ഒരല്പസമയം ചെലവഴിക്കാൻ പറ്റുകയും ചെയ്തത് എൻ്റെ ഏതോ ഒരു മുജ്ജന്മ ഭാഗ്യം തന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ഭക്ഷണം കൊടുക്കലാണ് സേവാഭാരതിയുടെ ആദ്യത്തെ പ്രവർത്തനം. 2 വർഷം കഴിഞ്ഞപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ ഒരു വയസ്സായി ആരും നോക്കാനില്ലാത്തവരൊരു സ്ഥാപനം, ഒരു കുടുംബം തുടങ്ങിയിട്ട് അത് സംഘടന ഏൽപ്പിച്ചു. അത് നമ്മൾ ഏറ്റെടുത്തു. അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മ ഈ 4 ദിവസം മുമ്പ് ഇവിടെ മരിച്ചു. 16 വർഷമായിട്ട് നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങാൻ അടിസ്ഥാനമായത് ആ അമ്മയാണ്. അമ്മ എന്നാണ് പേര്. അവർ 4 ദിവസം മുമ്പ് മരിച്ചു. അപ്പോൾ അവരാണ് അന്ന് ഭക്ഷണം വയ്ക്കുന്ന എല്ലാ പ്രവർത്തനം ചെയ്ത് തന്നിട്ട് വേറെ ആരും ഇല്ലാത്ത ഒരാളെ ഏറ്റെടുത്തു. അങ്ങനെ ആ പ്രവർത്തനം അവിടെ തുടങ്ങി 10 പേരായി. അച്ഛന്മാരും അമ്മമാരുമായിട്ട് 10 പേരായപ്പോൾ നമ്മൾ അമ്മമാർക്ക് വേണ്ടി ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് ഇവിടെ സ്ഥലം വാങ്ങി കെട്ടിടം പണിത് അമ്മമാരെ ഇങ്ങോട്ട് മാറ്റി. ഇപ്പോൾ ഇവിടെ 15 പേരുണ്ട്. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ അവിടെ അച്ഛന്മാരുണ്ടായിരുന്നു. ആ സ്ഥാപനം വളരെ വർഷം പഴക്കമുള്ള ഒരു കെട്ടിടത്തിലായിരുന്നു. ആ സ്ഥാപനം പൊളിച്ചപ്പോൾ അച്ഛന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. 2 കൂട്ടരും കൂടി 25ഓളം പേര് ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ. ഒപ്പം നിന്ന് നമ്മുടെ സ്കൂളിനും ഇതേപോലുള്ള സേവാ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ഒരാളെ കണ്ടിട്ടുണ്ടോ? പിന്നെയാണോ എന്നോട് പരിചയപ്പെടുത്താൻ പറഞ്ഞേ? ശരിയല്ലോ.